ഏവർക്കും ലേൺസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി സോഷ്യലിസം എന്ന ആശയം വ്യാപിപ്പിക്കാൻ കാരണമായ വലിയൊരു സംഭവമാണ് 1917 റഷ്യൻ വിപ്ലവം. അപ്പോൾ എന്താണ് സോഷ്യലിസം എന്ന ആശയം? എന്തിലൂടെയാണ് വന്നത്? റഷ്യൻ വിപ്ലവത്തിലൂടെയാണ് വന്നത്. ഏത് വർഷമാണ് റഷ്യൻ വിപ്ലവം നടന്നത്? 1917 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ ഒരു പരമ്പരയാണ് എന്ത്? റഷ്യൻ വിപ്ലവം. അപ്പം റഷ്യൻ വിപ്ലവം നടന്നതെന്നാണ്? 20-ാം നൂറ്റാണ്ടിലാണ്. അപ്പം സോഷ്യലിസം എന്ന ആശയം കൊണ്ടുവന്നു. ഏത് വർഷമാണ് നടന്നത്? 1917 നടന്നത്. ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചാൽ 20-ാം നൂറ്റാണ്ട്. അക്കാലത്ത് റഷ്യ ഭരിച്ചിരുന്നത് റോമനോവ് വംശജരായ സർ ചക്രവർത്തിമാരാണ്. അപ്പം റഷ്യൻ കലാപം നടക്കുമ്പോൾ, റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യ ഭരിച്ചിരുന്നത് സർ ചക്രവർത്തിമാരായിരുന്നു. അവർ ഏത് വംശജരായിരുന്നു എന്ന് ചോദിച്ചാൽ റോമനോവ് വംശജരായിരുന്നു. അവരുടെ ഭരണത്തിൻ കീഴിൽ മറ്റു രാജ്യങ്ങൾ, അതായത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ വലിയ ശക്തിയാകാൻ റഷ്യ ശ്രമിച്ചിരുന്നു. ഈ സമയത്ത് റഷ്യയിൽ കുറച്ച് വില്ലന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർത്തു വെക്കാം. അപ്പം 2 വില്ലന്മാരെ നമ്മൾ പ്രധാനമായും പഠിക്കണം. അതാരൊക്കെയാണ്? ഒന്നാമത്തെ വില്ലന്മാരാരായിരുന്നു? ഏകാധിപതികളായ സർ ചക്രവർത്തിമാരായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? റഷ്യ അക്കാലങ്ങളിൽ ഭരിച്ചിരുന്നത് ആരായിരുന്നു? റോമനോവ് വംശജരായ സർ ചക്രവർത്തിമാരായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന വില്ലൻ ആരായിരുന്നു? ഈ സർ ചക്രവർത്തിമാരായിരുന്നു. രണ്ടാമത്തെ വില്ലന്മാർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ആരായിരുന്നു? കുലാക്കുകൾ എന്നറിയപ്പെട്ട വൻകിട ഭൂവുടമകളായിരുന്നു. അപ്പൊ കുലാക്കുകൾ എന്നറിയപ്പെട്ടത് ആരെയാണ്? വൻകിട ഭൂവുടമകളായിരുന്നു. ഇവർ എന്തു ചെയ്തു? കർഷകരെ കഠിനമായി ദ്രോഹിച്ചു. അപ്പൊ ലോകത്തിൽ ആദ്യമായി സോഷ്യലിസം എന്ന ആശയം ഏതിൽ നിന്നാണ് വന്നത്? റഷ്യൻ വിപ്ലവത്തിലൂടെയാണ് വന്നത്. ഏത് വർഷമാണ് റഷ്യൻ വിപ്ലവം നടന്നത്? 1917 നൂറ്റാണ്ട് ചോദിച്ചാൽ 20-ാം നൂറ്റാണ്ടാണ്. ഏത് രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്ത്? സർ ചക്രവർത്തിമാരായിരുന്നു. ഏത് വംശജരായിരുന്നു അവർ? റോമനോവ് വംശജരായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു? അവരുടെ ഭരണത്തിൻ കീഴിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ വലിയ ശക്തിയാകാൻ ആര് ശ്രമിച്ചു? റഷ്യ ശ്രമിച്ചു. അക്കാലത്തെ പ്രധാനപ്പെട്ട 2 വില്ലന്മാരാരൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആരായിരുന്നു? സർ ചക്രവർത്തിമാരായിരുന്നു. രണ്ടാമത്തെ വില്ലൻ ആരായിരുന്നു? കുലാക്കുകളായിരുന്നു. ആരായിരുന്നു കുലാക്കുകൾ? വൻകിട ഭൂവുടമകളായിരുന്നു. ഇവർ എന്തു ചെയ്തു? ഇവർ കർഷകരെ കഠിനമായി ദ്രോഹിച്ചു. ഈ സമയത്ത് രാജ്യത്ത് വ്യവസായവൽക്കരണം വന്നതോടെ തൊഴിലാളികളും വൻതോതിൽ ചൂഷണം ചെയ്യപ്പെട്ടു. കാർഷിക വ്യവസായിക മേഖലകളിൽ ഉൽപാദനം കുറഞ്ഞു. ചുരുക്കത്തിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം ദുരിതപൂർണമായി. ഈ ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിക്കാൻ ആരംഭിച്ചു. ഇതിന് ഇവർക്ക് ഊർജം നൽകിയത് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികളായിരുന്നു. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം. ഈ സമയത്ത് എന്ത് നടന്നു? രാജ്യത്ത് വ്യവസായവൽക്കരണം വന്നതോടെ തൊഴിലാളികളും വൻതോതിൽ ചൂഷണം ചെയ്യപ്പെട്ടു. കാർഷിക വ്യവസായിക മേഖലകളിലെ ഉൽപാദനം കുറഞ്ഞു. ചുരുക്കത്തിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം ദുരിതപൂർണമായി. ഈ ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിക്കാൻ ആരംഭിച്ചു. ഇതിന് അവർക്ക് ഊർജം നൽകിയത് ആരുടെയൊക്കെ കൃതികളായിരുന്നു? മാക്സിം ഗോർക്കിയുടെയും ലിയോ ടോൾസ്റ്റോയിയുടെയും കൃതികളായിരുന്നു. തൊഴിലാളികൾക്ക് ഈ ദുരിതത്തിൽ നിന്നും രക്ഷ നേടാൻ ആ സമയത്ത് 2 പേർ ആശയവുമായി വന്നു. അവരായിരുന്നു ആരൊക്കെ? കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസും. അപ്പോൾ ആരൊക്കെയായിരുന്നു? കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസുമായിരുന്നു. അവർ ആവിഷ്കരിച്ച ആശയമായിരുന്നു ഏത്? മാർക്സിസം. അപ്പം മാർക്സിസം എന്ന ആശയം ആരൊക്കെയായിരുന്നു ആവിഷ്കരിച്ചത്? കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസുമായിരുന്നു. അപ്പം കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടി ചേർന്നാണ് എന്ത് ആശയം കൊണ്ടുവന്നത്? മാർക്സിസം എന്ന ആശയം കൊണ്ടുവന്നത്. മാർക്സിസം എന്താണ് പറയുന്നത്? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം ആരാണ്?
തൊഴിലാളികളാണ്. അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണം. അപ്പം മാർക്സിസം പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം ആരാണ്? തൊഴിലാളികളാണ്. അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണം. ഇത് കേട്ട് ആവേശഭരിതരായ തൊഴിലാളികൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായി 1898 ഒരു പാർട്ടി രൂപീകരിച്ചു. അതാണ് ഏത് പാർട്ടി? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഏത് വർഷം? 1898. അപ്പം എന്താണ്? മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി 1898 രൂപീകരിച്ച പാർട്ടിയാണ് ഏത്? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഏത് വർഷം? 1898 മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് അധിഷ്ഠിതമായി രൂപീകരിച്ച പാർട്ടിയാണ്. ഏതായിരുന്നു പാർട്ടി? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഇതിൻ്റെ പ്രധാന നേതാവായിരുന്നു ആര്? ലെനിൻ. ലെനിനായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാവ്. അതുപോലെ തന്നെ ലെനിൻ്റെ യഥാർത്ഥ നാമം നമ്മൾ പഠിക്കണം. ചോദിച്ചിട്ടുള്ളതാണ്. വ്ളാഡിമർ ഇലിച്ച് ഉല്യാനോവ് എന്നതാണ്. എന്താണ്? വ്ളാഡിമർ ഇലിച്ച് ഉല്യാനോവ് എന്നതാണ് ആരുടെ യഥാർത്ഥ നാമം? ലെനിൻ്റെ യഥാർത്ഥ നാമം. അപ്പം മാർക്സിസം പറയുന്നത് എന്തായിരുന്നു? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം ആരാണ്? തൊഴിലാളികളാണ്. അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണം. ഇതാണ് മാർക്സിസം പറയുന്നത്. ഇത് കേട്ട് എന്ത് നടന്നു? ആവേശഭരിതരായ തൊഴിലാളികൾ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി ഏത് വർഷം? 1898 ഒരു പാർട്ടി രൂപീകരിച്ചു. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നായിരുന്നു അതിൻ്റെ പേര്. ഏത് വർഷമായിരുന്നു? 1898. ഇതിൻ്റെ പ്രധാന നേതാവാരായിരുന്നു? ലെനിനായിരുന്നു. ലെനിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? വ്ളാഡിമർ ഇലിച്ച് ഉല്യാനോവ് എന്നതാണ്. എന്താണ്? വ്ളാഡിമർ ഇലിച്ച് ഉല്യാനോവ് എന്നതാണ് ആരുടെ യഥാർത്ഥ നാമം? ലെനിൻ്റെ യഥാർത്ഥ പേര്. പക്ഷേ അധികം വൈകാതെ ഈ പാർട്ടി രണ്ടായി പിരിഞ്ഞു. അതേതൊക്കെയാണ്? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതൊക്കെ പാർട്ടികളായിട്ടാണ് പിരിഞ്ഞത്? ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ബോൾഷെവിക്കുകൾ എന്താണ്? ഭൂരിപക്ഷമായിരുന്നു. ബോൾഷെവിക്കുകൾ എന്തായിരുന്നു? ഭൂരിപക്ഷമായിരുന്നു. ഇതിൻ്റെ നേതാക്കളായിരുന്നു ലെനിനും ട്രോട്സ്കിയും. അപ്പം ബോൾഷെവിക്കുകളുടെ നേതാക്കൾ ആരായിരുന്നു? ലെനിനും ട്രോട്സ്കിയുമായിരുന്നു. തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ചിന്ത വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗങ്ങളായി സ്വീകരിക്കണമെന്നും അവർ വാദിച്ചു. ആര് വാദിച്ചു? ബോൾഷെവിക്കുകൾ വാദിച്ചു. അപ്പോൾ ബോൾഷെവിക്കുകൾ എന്തായിരുന്നു? ഭൂരിപക്ഷം വരുന്ന ആളുകളായിരുന്നു. അതിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലെനിനും ട്രോട്സ്കിയുമായിരുന്നു. എന്താണ്? തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ചിന്ത വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗങ്ങളായി സ്വീകരിക്കണമെന്നും ആര് വാദിച്ചു? ബോൾഷെവിക്കുകൾ വാദിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടി എന്തായിരുന്നു? മെൻഷെവിക്കുകളായിരുന്നു. ഇവരെന്തായിരുന്നു? ന്യൂനപക്ഷമായിരുന്നു. ഇതിൻ്റെ നേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. അപ്പം മെൻഷെവിക്കുകളുടെ നേതാവാരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. വിപ്ലവത്തിനും പണിമുടക്കിനും പകരം പരിഷ്കരണവും തിരഞ്ഞെടുപ്പും മതിയെന്ന് അവർ വാദിച്ചു. അവരെന്തായിരുന്നു? സമാധാനപ്രിയരായിരുന്നു. അപ്പം മെൽഷെവിക്കുകൾ എന്തായിരുന്നു? ന്യൂനപക്ഷമായിരുന്നു. അതിൻ്റെ നേതാവാരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. വിപ്ലവത്തിനും പണിമുടക്കിനും പകരം പരിഷ്കരണവും തിരഞ്ഞെടുപ്പും മതിയെന്ന് ആര് വാദിച്ചു? മെൻഷെവിക്കുകൾ വാദിച്ചു. അപ്പം രണ്ട് പാർട്ടികളായിട്ട് പിരിഞ്ഞു. ആദ്യത്തെ ഏതായിരുന്നു? ബോൾഷെവിക്കുകളായിരുന്നു. ഇവരെന്തായിരുന്നു? ഭൂരിപക്ഷമായിരുന്നു. ഇതിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലെനിനും ട്രോട്സ്കിയുമായിരുന്നു. തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ചിന്ത വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗങ്ങളായി സ്വീകരിക്കണമെന്നും ആര് വാദിച്ചു? ബോൾഷെവിക്കുകൾ വാദിച്ചു. എന്നാൽ മെൻഷെവിക്കുകൾ ആരായിരുന്നു? ന്യൂനപക്ഷമായിരുന്നു. അതിൻ്റെ നേതാവാരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. വിപ്ലവത്തിനും പണിമുടക്കിനും പകരം പരിഷ്കരണവും തിരഞ്ഞെടുപ്പും മതിയെന്ന് ആര് വാദിച്ചു? മെൻഷെവിക്കുകൾ വാദിച്ചു. അപ്പം മെമ്മറി കോഡായിട്ട് നമുക്ക് പഠിക്കാൻ എന്ത് പറ്റും? ബി ഫോർ ബോൾഷെവിക്. എന്താണ്? ബി ഫോർ ബോൾഷെവിക് ഈസിക്കൽ ടു എന്താണ്? ഭൂരിപക്ഷം എന്ന് ഓർക്കുക. അപ്പോൾ ബോൾഷെവിക്കിലും ബി ഉണ്ട്. എന്താണ്? ഭൂരിപക്ഷത്തിനകത്തും ബി ഉണ്ടെന്ന് ഓർക്കുക. ഇതിൻ്റെ നേതാവ് ആരായിരുന്നു?
ലെനിൻ ആയിരുന്നു നേതാവ്. അടിയും വിപ്ലവവും വേണമെന്ന് ഉള്ളത് എന്തായിരുന്നു? ബോൾഷെവിക്കുകളായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? മെൻഷെവിക്സ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പഠിക്കാം? എം ഫോർ മെൻഷെവിക് എന്ന് പഠിക്കാം. ഈസിക്കൽ ടു എന്താണ്? മൈനോറിറ്റി എന്ന് ഓർക്കുക. അപ്പോൾ എന്താണ്? എം ഫോർ മെൻഷെവിക്കും മൈനോറിറ്റിയും എം വെച്ചിട്ടല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. നേതാവ് ആരായിരുന്നു? കെറൻസ്കി ആയിരുന്നു. അവരുടെ ആശയം എന്തായിരുന്നു? ഇലക്ഷൻ മതി എന്നതായിരുന്നു. അപ്പോൾ ബോൾഷെവിക്കുകൾ എന്തായിരുന്നു? ഭൂരിപക്ഷമായിരുന്നു. നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലെനിനും ട്രോട്സ്കിയുമായിരുന്നു. തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ വിപ്ലവ ചിന്ത വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗങ്ങളായി സ്വീകരിക്കണമെന്നും ആര് വാദിച്ചു? ബോൾഷെവിക്കുകൾ വാദിച്ചു. മെൻഷെവിക്കുകൾ എന്തായിരുന്നു? ന്യൂനപക്ഷമായിരുന്നു. നേതാവാരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. വിപ്ലവത്തിനും പണിമുടക്കിനും പകരം പരിഷ്കരണവും തിരഞ്ഞെടുപ്പും മതിയെന്ന് ആര് വാദിച്ചു? മെൻഷെവിക്കുകൾ വാദിച്ചു. ഇനി നമുക്ക് എന്താണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ചയെക്കുറിച്ച് നോക്കാം. 1905 എന്താണ് വർഷം ഒന്ന് ഓർത്ത് വെക്കുക, 1905. തുടർച്ചയായി 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നപരിഹാര വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഗപ്പോണിന്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിച്ചു. എന്താണ്? തുടർച്ചയായി 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നപരിഹാര വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഗപ്പോണിന്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിച്ചു. ഇതിന് പിന്നാലെ 1905 റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ഓർക്കുക, 1904 അവസാനത്തോടെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. എന്നാൽ 1905 ആയപ്പോഴേക്കും ഈ യുദ്ധത്തിൽ ആര് ദയനീയമായി പരാജയപ്പെട്ടു? റഷ്യ ദയനീയമായി പരാജയപ്പെട്ടു. ഇതോടെ സർ ചക്രവർത്തിക്കെതിരെ ഒരു വലിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പം എന്താണ്? അതാണ് രക്തരൂക്ഷിത ഞായറാഴ്ചയിലേക്ക് നമ്മൾ വരികയാണ്. എന്തായിരുന്നു? തുടർച്ചയായി 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നപരിഹാര വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഗപ്പോണിന്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിച്ചു. ഇതിന് പിന്നാലെ 1905 റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ റഷ്യ എന്ത് ചെയ്തു? ദയനീയമായി പരാജയപ്പെട്ടു. എന്നാൽ ഈ യുദ്ധം നടന്നതെന്നാണ്? 1904 അവസാനമായിരുന്നു. അതോടുകൂടി എന്താണ്? റഷ്യ പരാജയപ്പെട്ടതോടുകൂടി എന്തായിരുന്നു? സർ ചക്രവർത്തിമാർക്കെതിരെ ഒരു വലിയ വിപ്ലവം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഇതിൻ്റെ തുടർച്ചയായി ചില സംഭവങ്ങൾ നടന്നു. അത് നമുക്ക് നോക്കാം. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ഒരു വലിയ പ്രകടനം നടത്തി. എന്നാണ്? 1905 ജനുവരി 9. അപ്പോൾ വർഷമെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? 1905. അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് ആര്? തൊഴിലാളികൾ എവിടെ? പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ഒരു വലിയ പ്രകടനം നടത്തി. അതുപോലെ തന്നെ ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം ചരിത്രത്തിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സർ ചക്രവർത്തിക്കെതിരെ എന്ത് തിരിയുന്നു? 1905 ആയപ്പോഴേക്കും ജപ്പാൻ ആരെ പരാജയപ്പെടുത്തുന്നു? റഷ്യയെ പരാജയപ്പെടുത്തുന്നു. അതിദയനീയമായി റഷ്യ പരാജയപ്പെടുന്നു. അതോടുകൂടി സർ ചക്രവർത്തിക്കെതിരെ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ തിരിയുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് 2 സംഭവങ്ങൾ നടക്കുന്നു. അതേതൊക്കെയാണ്? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് ആര്? തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ഒരു വലിയ പ്രകടനം നടത്തി. ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് ചരിത്രത്തിൽ രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഏത് വർഷമായിരുന്നു? 1905. സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ സ്വീകരിച്ച തൊഴിലാളികളുടെ സംഘടനകളാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സമരങ്ങൾ നടത്തുന്നതിനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘടനകളായിരുന്നു ഏത്? സോവിയറ്റുകൾ. സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ഇത്? ഡ്യൂമ. അപ്പം ഡ്യൂമ ഏത് രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെ നിയമനിർമ്മാണ സഭയാണ്. എന്നാൽ പോലീസും സോവിയറ്റുകളെ അടിച്ചമർത്തുകയും
പല നേതാക്കളെയും അറസ്റ്റിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ലെനിൻ എവിടേക്ക് ഒളിവിൽ പോയി? സ്വിറ്റ്സർലൻഡിലേക്ക് ഒളിവിൽ പോയി. അപ്പം സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘടനകളാണ് ഏത്? സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയായിരുന്നു ഏത്? ഡ്യൂമ. എന്നാൽ പോലീസ് എന്ത് ചെയ്തു? ഈ സോവിയറ്റുകളെ അടിച്ചമർത്തുകയും പല നേതാക്കളെയും അറസ്റ്റിലാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ലെനിൻ എവിടേക്ക് ഒളിവിൽ പോയി? സ്വിറ്റ്സർലൻഡിലേക്ക് ഒളിവിൽ പോയി. ഇനി നമുക്ക് ഫെബ്രുവരി വിപ്ലവം നോക്കാം. ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്ന് നമുക്ക് പറയാം. കാരണം ഒന്നാം ലോക യുദ്ധത്തിനിടയിൽ റഷ്യയിൽ പട്ടിണി വ്യാപകമായതോടെ 1917 തുടക്കം മുതൽ പൊതു പണിമുടക്കുകൾ ആരംഭിച്ചു. അപ്പം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ റഷ്യയിൽ എന്ത് വ്യാപിച്ചു? പട്ടിണി വ്യാപിച്ചു. അതോടുകൂടി 1917 തുടക്കം മുതൽ പൊതു പണിമുടക്കുകൾ ആരംഭിച്ചു. 1917 മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണമെന്നും ഭരണം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മാർച്ച് 12 സൈന്യത്തിന്റെ നിരവധി റെജിമെന്റുകൾ പണിമുടക്കുന്ന തൊഴിലാളികളോടൊപ്പം ചേർന്നു. അവർ റഷ്യയുടെ തലസ്ഥാന നഗരമായ പെട്രോഗാഡ് പിടിച്ചെടുത്തു. അപ്പം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ റഷ്യയിൽ പട്ടിണി വ്യാപകമായതോടെ 1917 തുടക്കം മുതൽ പൊതു പണിമുടക്കുകൾ ആരംഭിച്ചു. 1917 മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണമെന്നും ഭരണം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. മാർച്ച് 12 ആയപ്പോഴേക്കും സൈന്യത്തിന്റെ നിരവധി റെജിമെന്റുകൾ പണിമുടക്കുന്ന തൊഴിലാളികളോടൊപ്പം ചേർന്നു. അവർ റഷ്യയുടെ തലസ്ഥാന നഗരമായ പെട്രോഗാഡ് പിടിച്ചെടുത്തു. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു. റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നു. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ബോൾഷെവിക്കും മെൻഷെവിക്കും. ആ മെൻഷെവിക്കിന്റെ നേതൃത്വത്തിലുള്ള അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റാണ് പിന്നീട് നിലവിൽ വന്നത്. അപ്പൊ റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്യുന്നു? സ്ഥാനമൊഴിയുന്നു. റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നു. റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് ഫെബ്രുവരി ആയതിനാലാണ് ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ് നടന്നത്. റഷ്യൻ കലാപവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഫെബ്രുവരി വിപ്ലവം. അത് മാർച്ച് മാസത്തിലാണ് മറ്റ് രാജ്യങ്ങളിലെങ്കിൽ റഷ്യയിൽ ആ സമയത്തെ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ഫെബ്രുവരി വിപ്ലവം എന്നും വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ കെറൻസ്കി സർക്കാർ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. താൽക്കാലികമായിട്ട് വന്നതായിരുന്നു അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അത് മെൻഷെവിക്കിന്റെ നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. എന്നാൽ ഈ കെറൻസ്കി സർക്കാർ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. മാത്രമല്ല യുദ്ധത്തിൽ പങ്കാളിത്തം തുടരുവാൻ അവർ തീരുമാനിച്ചു. ഇത് ബോൾഷെവിക്കുകൾ ശക്തമായി എതിർത്തു. അപ്പൊ കെറൻസ്കി സർക്കാർ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. മാത്രമല്ല അവരെന്തു ചെയ്തു? യുദ്ധത്തിൽ പങ്കാളിത്തം തുടരുവാനും അവർ തീരുമാനിച്ചു. ഇത് ബോൾഷെവിക്കുകൾ ശക്തമായി എതിർത്തു. ഇനി നമുക്ക് ഒക്ടോബർ വിപ്ലവം കൂടി നോക്കണം. കാരണം ഒക്ടോബർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിൽ തിരിച്ചെത്തി കെറൻസ്കിയുടെ സർക്കാരിനെതിരെ സായുധ കലാപം നടത്തി. ഈ വിപ്ലവത്തിൽ മുൻപന്തിയിൽ നിന്ന മറ്റു നേതാക്കളായിരുന്നു ലിയോൺ ട്രോട്സ്കിയും അതുപോലെ തന്നെ ജോസഫ് സ്റ്റാലിനും. അപ്പം ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിൽ തിരിച്ചെത്തി കെറൻസ്കിയുടെ സർക്കാരിനെതിരെ സായുധ കലാപം നടത്തി.
ഈ വിപ്ലവത്തിൽ മുൻപന്തിയിൽ നിന്ന മറ്റു നേതാക്കളായിരുന്നു ലിയോൺ ട്രോട്സ്കിയും അതുപോലെ തന്നെ ജോസഫ് സ്റ്റാലിനും. അപ്പോൾ എന്ത് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത്? ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പം ലെനിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? യുദ്ധം പാടില്ല, ഭൂമി കർഷകർക്ക്, മുഴുവൻ അധികാരവും സോവിയറ്റുകൾക്ക്. അപ്പം എന്താണ് ലെനിൻ്റെ മുദ്രാവാക്യം? എന്തായിരുന്നു? യുദ്ധം പാടില്ല, ഭൂമി ആർക്കാണ്? കർഷകർക്കായിരുന്നു. മുഴുവൻ അധികാരവും ആർക്ക് കൊടുക്കണമായിരുന്നു? സോവിയറ്റുകൾക്ക് കൊടുക്കണമായിരുന്നു. 1917 നവംബർ 7 റഷ്യൻ കലണ്ടർ പ്രകാരം എന്നായിരുന്നു? ഒക്ടോബറിലായിരുന്നു. തൊഴിലാളികളുടെയും നാവികരുടെയും പട്ടാളക്കാരുടെയും സായുധ സേന കെറൻസി സർക്കാരിൻ്റെ ആസ്ഥാനമായ വിന്റർ പാലസ് പിടിച്ചെടുത്തു. അപ്പോൾ 1917 നവംബർ 7 റഷ്യൻ കലണ്ടർ പ്രകാരം എന്നായിരുന്നു? ഒക്ടോബറിലായിരുന്നു തൊഴിലാളികളുടെയും നാവികരുടെയും പട്ടാളക്കാരുടെയും സായുധ സേന കെറൻസ്കി സർക്കാരിൻ്റെ ആസ്ഥാനമായ വിന്റർ പാലസ് പിടിച്ചെടുത്തു. അപ്പം എന്തായിരുന്നു ഒക്ടോബർ വിപ്ലവം? ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിൽ തിരിച്ചെത്തി കെറൻസ്കിയുടെ സർക്കാരിനെതിരെ സായുധ കലാപം നടത്തി. ഈ വിപ്ലവത്തിൽ മുൻപന്തിയിൽ നിന്ന മറ്റു നേതാക്കളായിരുന്നു ലിയോൺ ട്രോട്സ്കിയും അതുപോലെ തന്നെ ജോസഫ് സ്റ്റാലിനുമായിരുന്നു. ലെനിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? യുദ്ധം പാടില്ല, ഭൂമി കർഷകർക്ക്, മുഴുവൻ അധികാരവും ആർക്ക്? സോവിയറ്റുകൾക്ക്. 1917 നവംബർ 7 റഷ്യൻ കലണ്ടർ പ്രകാരം എന്നായിരുന്നു? ഒക്ടോബറിൽ തൊഴിലാളികളുടെയും നാവികരുടെയും പട്ടാളക്കാരുടെയും സായുധ സേന എന്ത് ചെയ്തു? കെറൻസ്കി സർക്കാരിൻ്റെ ആസ്ഥാനമായ വിന്റർ പാലസ് പിടിച്ചെടുത്തു. കെറൻസ്കി എന്ത് ചെയ്തു? രാജ്യം വിട്ടുപോയി. റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ചു. ബോൾഷെവിക്കുകളുടെ നേതൃത്വം ചേർന്ന് രൂപം നൽകിയ മന്ത്രിസഭയുടെ അധ്യക്ഷനായി ആര് മാറി? ലെനിൻ മാറി. ഇതാണ് എന്ത് നടന്നത്? ഒക്ടോബർ വിപ്ലവം. അപ്പോൾ എന്തായിരുന്നു ഫെബ്രുവരി വിപ്ലവം? എന്തായിരുന്നു? കെറൻസ്കി അധികാരത്തിൽ വന്നതാണെങ്കിൽ ഒക്ടോബർ വിപ്ലവം വന്നത് എന്തായിരുന്നു? ബോൾഷെവിക്കുകളുടെ നേതൃത്വം നൽകി ഒരു മന്ത്രിസഭ അവർ രൂപീകരിച്ചു. അതിൽ അധ്യക്ഷനായി ആര് വന്നു? ലെനിൻ മാറി. 1918 ഫെബ്രുവരിയോടെ പുതിയ സർക്കാർ രാജ്യത്തെല്ലായിടത്തും അധികാരം സ്ഥാപിക്കുകയും ബോൾഷെവിക് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ 1918 ഫെബ്രുവരിയോടെ പുതിയ സർക്കാർ എന്തു ചെയ്തു? രാജ്യത്തെല്ലായിടത്തും അധികാരം സ്ഥാപിക്കുകയും ബോൾഷെവിക് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇടക്കാല യുദ്ധം നോക്കണം. എന്ന് മുതൽ എന്ന് വരെയാണ്? 1927 മുതൽ 1917 മുതൽ 1921 വരെയാണ്. എന്താണ് ഇടക്കാല യുദ്ധം എന്ന് നോക്കിയാലോ? ഭരണം ലഭിച്ചെങ്കിലും 1917 മുതൽ 1921 വരെ റഷ്യയിലുണ്ടായ ആഭ്യന്തര യുദ്ധം കാര്യങ്ങൾ വഷളാക്കി. റഷ്യയിലെ പഴയ വ്യവസ്ഥകളെ അനുകൂലിച്ചവരും കൂടി രൂപീകരിച്ച വെള്ളപ്പട കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർത്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായം ലഭിച്ചു. ഈ യുദ്ധമാണ് ഇടക്കാല യുദ്ധം. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? ഭരണം ലഭിച്ചെങ്കിലും 1917 മുതൽ 1921 വരെ റഷ്യയിലുണ്ടായ ആഭ്യന്തര യുദ്ധം കാര്യങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ വഷളാക്കി. റഷ്യയിലെ പഴയ വ്യവസ്ഥകളെ അനുകൂലിച്ചവരും കൂടി രൂപീകരിച്ച വെള്ളപ്പട അതെന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർത്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായം ലഭിച്ചു. ഈ യുദ്ധമാണ് എന്ത്? ഇടക്കാല യുദ്ധം. ഇതേ തുടർന്ന് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ലെനിൻ കൊണ്ടുവന്ന 2 നയങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഇടക്കാല യുദ്ധത്തെ തുടർന്ന് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ലെനിൻ കൊണ്ടുവന്ന 2 നയങ്ങളാണ്. ഒന്ന് യുദ്ധകാല കമ്മ്യൂണിസവും പിന്നെ എന്താണ്? പുത്തൻ സാമ്പത്തിക നയവുമാണ്. അപ്പോൾ യുദ്ധകാല കമ്മ്യൂണിസവും പുത്തൻ സാമ്പത്തിക നയവും കൊണ്ടുവന്നതാരാണ്? ലെനിനാണ് കൊണ്ടുവന്നത്. കർശന നടപടികൾ എടുത്തു. എന്താണ് യുദ്ധകാല കമ്മ്യൂണിസം? അതിനകത്ത് എന്ത് എടുത്തു? കർശന നടപടികൾ എടുത്തു. ഭൂമിയും എസ്റ്റേറ്റുകളും കർഷകർക്ക് വിതരണം ചെയ്തു. ഉൽപ്പന്നങ്ങളിൽ അധികമുള്ളവ സർക്കാർ ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് നൽകി. വ്യവസായശാലകൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തൊഴിലാളികൾക്ക് തന്നെ നൽകി. അതാണ് യുദ്ധകാല കമ്മ്യൂണിസം. എന്താണ്? കർശന നടപടികൾ എടുത്തു. ഭൂമിയും എസ്റ്റേറ്റുകളും കർഷകർക്ക് വിതരണം ചെയ്തു.
ഉൽപ്പന്നങ്ങളിൽ അധികമുള്ളവ സർക്കാർ ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് നൽകി. വ്യവസായശാലകൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തൊഴിലാളികൾക്ക് തന്നെ നൽകി. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? പുത്തൻ സാമ്പത്തിക നയമായിരുന്നു. ഇത് ഏത് വർഷമായിരുന്നു? 1921 പഴയ നയം മാറ്റി ലെനിൻ 1921 പുതിയ നയം കൊണ്ടുവന്നു. കർഷകർക്ക് ഇളവുകൾ നൽകി. ഉൽപ്പന്നങ്ങൾ പൊതുകമ്പോളത്തിൽ വിൽക്കാൻ സ്വാതന്ത്ര്യം നൽകി. തൊഴിലാളികൾക്ക് വേതനം പണമായി കൊടുത്തു. സ്വകാര്യ മേഖലയിൽ ചില വ്യവസായങ്ങൾ അനുവദിച്ചു. അപ്പൊ ആദ്യം എന്തായിരുന്നു? യുദ്ധകാല കമ്മ്യൂണിസം ആയിരുന്നു കൊണ്ടുവന്നത്. അത് കർശന നടപടിയായിരുന്നു. ഭൂമിയും എസ്റ്റേറ്റുകളും കർഷകർക്ക് വിതരണം ചെയ്തു. ഉൽപ്പന്നങ്ങളിൽ അധികമുള്ളവ സർക്കാർ ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് നൽകി. വ്യവസായശാലകൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തൊഴിലാളികൾക്ക് തന്നെ നൽകി. അതായിരുന്നു ആദ്യത്തേത്. അതായിരുന്നു എന്ത്? യുദ്ധകാല കമ്മ്യൂണിസം. എന്നാൽ രണ്ടാമത്തെ എന്തായിരുന്നു? പുത്തൻ സാമ്പത്തിക നയമായിരുന്നു. ഇത് ഏത് വർഷം? 1921 പഴയ നയം മാറ്റി ലെനിൻ 1921 പുതിയ നയം കൊണ്ടുവന്നു. കർഷകർക്ക് ഇളവുകൾ നൽകി. ഉൽപ്പന്നങ്ങൾ പൊതുകമ്പോളത്തിൽ വിൽക്കാൻ സ്വാതന്ത്ര്യം നൽകി. തൊഴിലാളികൾക്ക് വേതനം പണമായി കൊടുത്തു. സ്വകാര്യ മേഖലയിൽ ചില വ്യവസായങ്ങൾ അനുവദിച്ചു. ഇതൊക്കെ എന്താണ്? പുത്തൻ സാമ്പത്തിക നയമായിരുന്നു. ഇനി നമുക്ക് സോവിയറ്റ് യൂണിയന്റെ ഉദയം അല്ലെങ്കിൽ USSRന്റെ ഉദയത്തെക്കുറിച്ച് നോക്കാം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് 1922 സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നു. അപ്പൊ എന്നാണ് സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത്? 1922 ഇതോടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. അപ്പൊ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ചേർന്ന് 1922 സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR നിലവിൽ വന്നു. ഇതോടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. വിപ്ലവം കാരണം റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1924 അപ്പൊ വിപ്ലവം കാരണം റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1924 ലീഗ് ഓഫ് നേഷനിൽ അംഗമായ വർഷം. റഷ്യ ലീഗ് ഓഫ് നേഷനിൽ അംഗമായത് 1934 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതെന്നായിരുന്നു? 1991 അപ്പൊ വിപ്ലവം കാരണം റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1924 ലീഗ് ഓഫ് നേഷൻസിൽ അംഗമായ വർഷം 1934 എന്നാൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടത് ഏത് വർഷമാണ്? 1991 ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? സോവിയറ്റ് യൂണിയനിലാണ്. അപ്പൊ ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? സോവിയറ്റ് യൂണിയനിലാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി കടം കൊണ്ടതും എവിടെ നിന്ന് തന്നെയാണ്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുമാണ്. ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഓർക്കുക, ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് എന്ത് ആരംഭിച്ചത്? പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഇതോടെ യൂണിയൻ ശക്തമായ ഒരു വ്യാവസായിക സൈനിക ശക്തിയായി മാറി. ആര്? റഷ്യ. 1929 ലോക സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. കാരണം പഞ്ചവത്സര പദ്ധതികൾ അവർ കൊണ്ടുവന്നു. ആരാണ് കൊണ്ടുവന്നത്? ജോസഫ് സ്റ്റാലിനാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ 1929 ലോക സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യമാണ് ഇത്? സോവിയറ്റ് യൂണിയൻ. ഇനി നമുക്ക് ലെനിനെ കുറിച്ച് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥ നാമം എന്തായിരുന്നു? വ്ളാഡിമിർ ഇലീച്ച് ഉല്യാനോവ് എന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? വ്ളാഡിമിർ ഇലീച്ച് ഉല്യാനോവ് എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? ലെനിന്റെ യഥാർത്ഥ പേരാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവും സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയറുമായിരുന്നു ആര്? ലെനിൻ. അപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവും സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയറും ആരായിരുന്നു? ലെനിൻ ആയിരുന്നു. 1919 മോസ്കോവിൽ മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവും ആര് തന്നെയാണ്? ലെനിനാണ്. അപ്പൊ എന്നാണ്? 1919 മോസ്കോവിൽ എത്രാമത്തെ മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവും ആരായിരുന്നു? ലെനിനായിരുന്നു. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? ലെനിനാണ്. അപ്പൊ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? ലെനിനാണ്. യുദ്ധകാല കമ്മ്യൂണിസം
പുത്തൻ സാമ്പത്തിക നയം എന്നിവ നടപ്പിലാക്കി. അപ്പൊ യുദ്ധകാല കമ്മ്യൂണിസവും പുത്തൻ സാമ്പത്തിക നയവും ഒക്കെ നടപ്പിലാക്കിയതാരാണ്? ലെനിനാണ്. ലെനിന്റെ പത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇസ്ക്രയാണ്. ഇസ്ക്രയാണ് ലെനിന്റെ പത്രം. രൂപീകരിച്ച സൈനിക വിഭാഗം ഏതായിരുന്നു? ചുവപ്പ് കാവൽ സേനയാണ്. അപ്പൊ ലെനിൻ രൂപീകരിച്ച സൈനിക വിഭാഗം ഏതായിരുന്നു? ചുവപ്പ് കാവൽ സേനയാണ്. അന്തരിച്ച വർഷം 1924 ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? റെഡ് സ്ക്വയറുമായിരുന്നു. അപ്പൊ യഥാർത്ഥ നാമം എന്തായിരുന്നു? വ്ളാഡിമർ ഇല്ലീച്ച് ഉല്യാനോവ് ആയിരുന്നു. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവും സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയറുമായിരുന്നു ആര്? ലെനിൻ. 1919 മോസ്കോവിൽ മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവ്. അതുപോലെ തന്നെ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചു. യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം എന്നിവ നടപ്പിലാക്കി. ലെനിൻ ആരംഭിച്ച പത്രമാണേത്? ഇസ്ക്ര. രൂപീകരിച്ച സൈനിക വിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ചുവപ്പ് കാവൽ സേനയാണ്. അന്തരിച്ച വർഷം ചോദിച്ചാലോ 1924 ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന സ്ഥലം റെഡ് സ്ക്വയറുമായിരുന്നു. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവത്തിലെ മുദ്രാവാക്യങ്ങൾ നോക്കാം. മുഖ്യ മുദ്രാവാക്യമായിരുന്നു ഭൂമി, ആഹാരം, സമാധാനം. റഷ്യൻ വിപ്ലവത്തിലെ മുഖ്യ മുദ്രാവാക്യം ചോദിച്ചാൽ ഭൂമി, ആഹാരം, സമാധാനമാണ്. മറ്റു മുദ്രാവാക്യങ്ങളോ? കുടിയിറക്കൽ ഒഴിവാക്കുക, ചൂഷണം അവസാനിപ്പിക്കുക, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. അപ്പം പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? ഭൂമി, ആഹാരം, സമാധാനമായിരുന്നെങ്കിൽ മറ്റു മുദ്രാവാക്യങ്ങൾ കുടിയിറക്കൽ ഒഴിവാക്കുക, ചൂഷണം അവസാനിപ്പിക്കുക, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുടിനാണ്. ഓർത്തു വെക്കുക, തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് ആരെയാണ്? റാസ്പുടിനെയാണ്. ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് VK കൃഷ്ണമേനോനെയുമാണ്. അപ്പൊ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുടിനാണ്. ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? VK കൃഷ്ണമേനോനെയാണ്. ഇനി നമുക്ക് സാഹിത്യവും സിനിമയും നോക്കാം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകനായിരുന്നു ആര്? ലിയോ ടോൾസ്റ്റോയ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. ദുരിത ജീവിതം കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരായിരുന്നു. അതായത് റഷ്യൻ വിപ്ലവത്തിലെ ദുരിത ജീവിതം കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരായിരുന്നു മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ്. അപ്പം ആരൊക്കെയായിരുന്നു? മാക്സിം ഗോർക്കിയും ലിയോ ടോൾസ്റ്റോയും ഇവാൻ തുർഗനേവും ആന്റൺ ചെക്കോവും ഒക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ഒക്ടോബർ വിപ്ലവത്തെ ആസ്പദമാക്കി ജോൺ റീഡ് രചിച്ച കൃതിയാണേത്? ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. അപ്പൊ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. റഷ്യൻ വിപ്ലവത്തിലെ ഒക്ടോബർ വിപ്ലവത്തെ ആസ്പദമാക്കി ആര് രചിച്ചതാണ്? ജോൺ റീഡ് രചിച്ച കൃതിയാണേത്? ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ബാറ്റിൽ ഷിപ്പ് പൊട്ടെങ്കിൻ ഒന്ന് ഓർത്തു വെക്കുക. സർക്കാലത്തെ സംഭവത്തെ അധികരിച്ച് കരിങ്കടലിലെ നാവിക കലാപത്തെക്കുറിച്ച് സെർഗി ഐസൻസ്റ്റിൻ സംവിധാനം ചെയ്ത നിശബ്ദ സിനിമയാണേത്? ബാറ്റിൽ ഷിപ്പ് പൊട്ടെങ്കിൻ. ഇതാരുടെയാണ്? ജോൺ റീഡിന്റെ പുസ്തകത്തെ ആധാരമാക്കിയാണ് ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അപ്പോൾ ഓർക്കുക, ബാറ്റിൽ ഷിപ്പ് പൊട്ടെങ്കിൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നുള്ളത് എന്താണ്? മാക്സിം ഗോർക്കിയുടെ നോവലാണ് അമ്മ. എല്ലാവർക്കും അറിയാവുന്ന ഒരു നോവലാണ്. മാക്സിം ഗോർക്കിയുടെ നോവലാണ് ഇത് അമ്മ. ഇതിലെ പ്രസിദ്ധമായ വരികൾ നമുക്ക് നോക്കാം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഇത് അമ്മ എന്ന നോവലിൽ മാക്സിം ഗോർക്കി എഴുതിയതാണ്. അപ്പൊ മാക്സിം ഗോർക്കിയുടെ നോവലാണ് ഇത് അമ്മ എന്നത്. ഇതിലെ പ്രസിദ്ധമായ വരികളാണ് ഇത്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഇനി നമുക്ക് അവസാനമായി വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം.
ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി. അപ്പം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അപ്പം എന്താണ്? പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, അതുപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും ആര് പിന്മാറി? റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി.